നമസ്കാരം. ഞാൻ പ്രൊഫസർ ഡോക്ടർ KV പിള്ളൈ, ഡയറക്ടർ, കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ, ചിന്മയാലയം ആയുർവേദ കോളേജിന് പുറകുവശം, തിരുവനന്തപുരം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഒരു സൊസൈറ്റി ഏറ്റവും നേരിടുന്ന ഒരു വിപത്തിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പ്രത്യേകിച്ച് നമ്മുടെ യങ്സ്റ്റേഴ്സിനെയൊക്കെ നമുക്ക് രക്ഷപ്പെടുത്താം. മറ്റു വേറൊന്നുമല്ല, ഈ ലഹരിക്ക് അടിമയാകുന്ന ആളുകളെ പറ്റിയാണ്. ഓരോ ദിവസവും നമ്മുടെ സമൂഹത്തിൽ ഇത് വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ലഹരി കഴിഞ്ഞ ദിവസം മനോരമ പേപ്പറിൽ തന്നെ വന്നു, ലഹരി വിൽപ്പനയെ ഒരു ഡോക്ടർ സഹിതം അവർ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പം എന്തുമാത്രമെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ മെഡിക്കൽ ഫീൽഡിനെ പറ്റി പൊളിച്ച് പറയാതിരിക്കാൻ ഒക്കത്തില്ല. കാരണം നമ്മുടെ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് സഹിതം, ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ കാര്യം ഞാനതിനാണ് പറഞ്ഞ മനോരമ എന്തിനേയും കാണിച്ച ഡോക്ടർമാർ വരെയും ഈ മയക്കുമരുന്നിന് ഉപയോഗിക്കുകയും ചെയ്യും, കച്ചവടം നടത്തുകയും ചെയ്യും. അപ്പോൾ എന്തുമാത്രം നമ്മുടെ സമൂഹം അധപ്പതിച്ചു എന്നുള്ളത്. ഇതിൻ്റെ എല്ലാം പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്സ് അല്ല പറയുന്നത്, നമ്മുടെ ഭരണ സംവിധാനം അതുപോലെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു വശത്ത് പറയും ആൽക്കഹോൾ ഈസ് ഇൻജൂറിയസ് ടു ദി ഹെൽത്തിന് അനാരോഗ്യമാണ്. എന്നിട്ട് നമ്മൾ ബിവറേജസിൻ്റെ ഇതെല്ലാം തുറന്നു വെച്ചിട്ട് അത് ചെയ്ത്, എന്നിട്ട് നമ്മുടെ ആളുകളെ തന്നെ നമ്മൾ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി മെഡിക്കൽ കോളേജുകൾ ചികിത്സാ സമ്പ്രദായം എല്ലാം വെച്ചിട്ട് അതേ നമ്മൾ തന്നെയാണ് ഈ മദ്യവിൽപ്പനയെ പ്രോത്സാഹിപ്പിക്കും. അതുപോലെ തന്നെ ഡ്രഗ്സും ഇപ്പോൾ എല്ലാവരുടെയും ഒരു കുടിൽ വ്യവസായമായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഡ്രഗ് ബിസിനസ് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഇപ്പോൾ കൊച്ചു കുട്ടികൾ വരെ, അതായത് വളരെ സ്കൂളിൽ പോകുന്ന കുട്ടികൾ വരെയും ഈ മയക്കുമരുന്നിനടിയാണ്. പക്ഷേ ഇതുപോലും ആരും അറിയുന്നില്ല. നമ്മുടെ ഈ ഇപ്പോൾ ഉദാഹരണം നമ്മുടെ ഈ വാർത്താ മാധ്യമങ്ങൾ മുഴുക്കെ ഇതിനെപ്പറ്റി പരസ്യം എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും വലിയ പ്രയോജനം വരുന്നില്ല. വീണ്ടും ഈ മയക്കുമരുന്ന് കൂടുതലാണ് നമ്മുടെ സമുദായത്തിൽ. ഈ പോലീസിന് തന്നെ ഒരു പരിധിവരെ ഇതൊക്കെ ചെയ്യാൻ പറ്റും. എല്ലാ ആളുകളും ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഉദാഹരണം, നമുക്ക് വിശ്വസിച്ചൊരു ഹോസ്പിറ്റലിൽ തന്നെ പോകാൻ പറ്റത്തില്ല. കാരണം ഡോക്ടേഴ്സ് തന്നെ ഇതിന് മയക്കുമരുന്നിന് അടിമയാണ്. ഇപ്പോൾ ആൽക്കഹോൾ പോലെയല്ല ഈ MDMA എന്നൊക്കെ പറയുന്ന വളരെ ഇൻജൂറിയസ് ആയിട്ടുള്ള ലഹരിയാണ്. അതൊരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അതേ സമയം ഇത് നമുക്ക് ഉപയോഗിക്കണമെന്ന് വരും. ഇല്ലെങ്കിൽ അവർക്കൊരു മാനസിക വിഭ്രാന്തിയാണ്, മാനസിക രോഗികൾ തന്നെയാണ്. പക്ഷേ ഇതൊരു വലിയ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല. ഇതിനും എഫക്റ്റീവായിട്ടുള്ള നമ്മുടെ സെൻറ്ററിൽ ഉള്ള സംവിധാനമുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വൈകിട്ട് 7 മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.